ഹലോ, അസ്സാം വലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. വെക്കേഷനൊക്കെ അല്ലേ, വൈകുന്നേരത്തെ ചാക്കി ഇത് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കുകയല്ലേ നിങ്ങളൊക്കെ. ഞമ്മക്ക് എന്നാൽ കുറച്ച് ഗ്രീൻ പീസ് പരിപ്പുവട ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസ് ഒരു 4-5 മണിക്കൂറോളം പൊതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഓവർനൈറ്റ് പൊതിർത്തി വെക്കുന്നതാണ് ഒന്നുകൂടി ബെസ്റ്റ്. അത് പൊതിർന്ന് വന്നപ്പോഴേക്കും എനിക്ക് 2 കപ്പ് ഗ്രീൻ പീസാണ് കിട്ടിയത്. അപ്പോൾ ഇത് ഞാനൊരു മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്ത്, ഒരുപാട് അങ്ങ് അറിയാതെ ശ്രദ്ധിക്കുക, ഏകദേശം ഇതേപോലെ ആയിട്ട് ഒതുക്കിയെടുത്താൽ മതി. ഇനി അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 വെളുത്തുള്ളിയും, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും, അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുത്തോ. ഞാനിവിടെ 5-6 പീസാണ് എടുത്തത്. പിന്നെ ഓരോ ബഞ്ച് വീതം മല്ലിയും കറിവേപ്പിലയും. ഇതൊക്കെ കൂടി നല്ലോണം മിക്സിയിൽ നല്ലോണം ചതുക്കിയെടുക്കണം. ഏകദേശം ഇതേപോലെ. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിനാവശ്യത്തിന് കുറച്ച് ഉള്ളിയും കൂടി കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു ഉള്ളീൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ ചെറിയുള്ളി ആദ്യം യൂസ് ചെയ്തതുകൊണ്ട് ഉള്ളിൻ്റെ ചൊവ്വ അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ പകുതി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി അത് നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം ഞാനിവിടെ എടുത്ത അളവിൽ എനിക്കൊരു 10-15ഓളം പരിപ്പുവട ഉണ്ടാക്കാൻ കിട്ടി കേട്ടോ. ഇനിയിപ്പോൾ അംഗങ്ങൾ കൂടാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാത്തിൻ്റെ അളവ് ഒന്ന് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റപ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുത്ത് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ചതക്കി വെച്ച നമ്മൾ ഗ്രീൻ പീസിൻ്റെ അരപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാനിത് അരക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നേ. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച നമ്മൾ ഉള്ളിയില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ പിന്നീട് അരച്ച് വെച്ച നമ്മൾ ചെറിയുള്ളിൻ്റെ അരപ്പില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൊടികളും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ പരിപാടി കഴിയും. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. മൈദപ്പൊടി ആഡ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന നേരം, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന നേരം നമ്മളെ കൈമൊന്ന് പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചോ. എന്നിട്ട് നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ കൈമൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടും കുറച്ച് വെള്ളം ആദ്യം കൈമലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കുറച്ച് പോർഷൻ എടുത്തിട്ട് നല്ലോണം ഇതേപോലെ പരത്തിയെടുക്കുക. ഇതിൻ്റെ നടുഭാഗം കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നടുഭാഗം കുറച്ചൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഓരോന്നോരോന്നായി ഞാൻ അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ഇട്ടത് നമുക്ക് കുറച്ചൊന്ന് കരിഞ്ഞ് കിട്ടും. അത് നമുക്ക് ആദ്യം ഒന്നും കോരി മാറ്റാം. അത് നമ്മൾ ഫസ്റ്റ് ഇട്ടതാണല്ലോ, അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ പരത്തിയെടുക്കുന്ന ടൈം കൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് കുക്കായി കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് കോരിയെടുത്താൽ മതി. ശരിക്കും പരിപ്പുവടേൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ബ്രൗണിഷ് കളറാണ്. പരിപ്പുവട എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ വരിക നമ്മളെ തട്ടുകടയിലെ പരിപ്പുവടയാണ്. ആ ചില്ലും കുപ്പീൻ്റെ ഉള്ളിൽ നല്ല നിരന്ന് വെച്ച പരിപ്പുവട, അതാണ് എൻ്റെ മൈൻഡിൽ വരിക. അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും പിന്നെ സൊറവ് അറിയാൻ 2 ആൾക്കാരും കൂടി ഉണ്ട്, പിന്നെ പറയാൻ വേണ്ട. എൻ്റെ വിയാപ്പിൾ എപ്പോഴും പറയും ഓലൊരു ബൈക്കിൽ 3 ആൾ പോയിട്ട് പരിപ്പുവടയും ചായയും കുടിക്കുന്ന കഥ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനും വിചാരിക്കും എനിക്കും പോണ്ടീനോന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ അങ്ങ് പോട്ടെ. അപ്പോൾ ഏറെക്കുറെ നമ്മളെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു വൈകുന്നേരം ആകുമ്പോൾ ഒരു കട്ടനും കൂട്ടിയിട്ട് കറുമുറാന്ന് വെച്ചങ്ങ് തിന്നോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ മാസലാമ, ബൈ ബൈ ഫ്രം കോയാസ് റെസിപ്പി.